ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ടൈപ്പോഗ്രാഫി ആൻഡ് ടെക്സ്റ്റ് ടൂളാണ്. ടൈപ്പോഗ്രാഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ആൻഡ് സ്റ്റൈൽസ് ഓഫ് ദ ടെക്സ്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വാക്കുകളെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ലെറ്റേഴ്സിന്, വാക്കുകൾ, സെൻറ്റൻസിനെ നല്ല റീഡബിലിറ്റിയോടുകൂടി, നല്ല ലെജിബിലിറ്റിയോടുകൂടി, നല്ല പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ടൈപ്പോഗ്രാഫി എന്ന് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഫിഗ്മ രണ്ട് രീതി ഉപയോഗിക്കാൻ പറ്റും. ഒന്ന് ബ്രൗസറിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും, ഒന്ന് ഡെസ്ക്ടോപ്പിൻ്റെ ആപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഈ ഡെസ്ക്ടോപ്പിൻ്റെ ആപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത ഫോണ്ടൊക്കെ നമുക്ക് അതിൽ കിട്ടും. പകരം നമ്മൾ ബ്രൗസറിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത ഫോണ്ട് നമുക്ക് ബ്രൗസറിൽ ഉപയോഗിക്കാൻ വേണ്ടി കഴിയില്ല. അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഫിഗ്മയുടെ തന്നെ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. figma.com ഡൗൺലോഡ്സ് വന്നതിന് ശേഷം ഏറ്റവും താഴെ ഫോണ്ട് ഇൻസ്റ്റാൾ എന്ന് കാണിക്കും. അതിൽ വിൻഡോ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഡൗൺലോഡ് ആവും. ഡൗൺലോഡ് ആയതിനു ശേഷം നമുക്ക് ഇതുപോലൊരു ഐക്കൺ കിട്ടും. അതിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഞാനിതിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ സെറ്റിങ്സിൽ വന്നതിന് ശേഷം ഫോൺസ് കണ്ടില്ലേ, ഈ ഫോൺസിൽ വരുമ്പോൾ ലോക്കൽ ഫോൺസ് ആർ ഇനേബിൾഡ് എന്ന് കാണിക്കും. അതായത് നമ്മുടെ ഡെസ്ക്ടോപ്പിലുള്ള ഫോണ്ടൊക്കെ ഇതിലേക്ക് വന്നിട്ടുണ്ട് എന്ന് കാണിക്കും. അത് നമ്മുടെ ഡെസ്ക്ടോപ്പ് വെർഷനിൽ നമ്മൾ വെബ് ബ്രൗസറിൽ ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമാണുള്ളതാണത്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ടൂൾ, ടൈപ്പ് ടൂൾ നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം? ടി ആണ് ഷോർട്ട് കട്ട്. ഇത് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ടൈപ്പ് ടൂളിൻ്റെ നമ്മൾ കർസർ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും. നമുക്കിവിടെ ജസ്റ്റ് ഇതുപോലെ ഞാൻ ഇവിടെ ഒരു ലെറ്റർ ഇവിടെ ക്ലിക്ക് ഹിയർ എന്ന് ടൈപ്പ് ചെയ്യണം. അപ്പോൾ നമുക്കൊന്നും കാണാൻ സാധിക്കുന്നില്ലല്ലോ. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ടൈപ്പോഗ്രഫി എന്ന് പറഞ്ഞ് ചെറിയൊരു ബോക്സ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അതിൻ്റെ ടൈപ്പ് ടൂളിൻ്റെ പ്രോപ്പർട്ടീസാണ് അത്. നമുക്കിതിനെ ഇവിടെ നിന്ന് ഒരു വാല്യൂ കൊടുത്ത് നമുക്ക് ഒരു വാല്യൂ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് വലുതായി വരും. നമ്മുടെ 250 എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ നോക്കിയാൽ നമുക്കിത് വലുതായി വന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഫോണ്ട് മാറ്റണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മാറ്റാം. ഏത് ഫോണ്ട് വേണോ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാനിത് മലയാളം ഫോണ്ടൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതാണ് മലയാളം ഫോണ്ട് കാണിച്ചത്. ഞാനിവിടെ റോബോട്ടോ എന്ന് പറയുന്ന ഫോണ്ടാണ് കൊടുക്കുന്നത്. ഞാൻ റോബോട്ടോ കൊടുക്കും. ഇനി നമുക്കിനി റെഗുലർ ആക്കണോ ബോൾഡ് ആക്കണോ എന്ന് തീരുമാനിക്കുന്നത് ഇവിടെയാണ്. നമുക്ക് ഇവിടെ നിന്ന് ഇതുപോലെ കാണിക്കാം. നമുക്ക് റെഗുലർ, ബോൾഡ്, കണ്ടൻസ്ഡ് ഏത് സൈസോ നമുക്ക് അത് കൊടുക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ അതിൻ്റെ താഴേക്ക് വരുമ്പോൾ നമുക്ക് കാണിക്കുന്നത് ലൈൻ ഹൈറ്റ് ആണ്. തൊട്ടടുത്തിവിടെ കാണിക്കുന്നത് നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ സൈസ് നമ്മളിവിടെയാണ് അഡ്ജസ്റ്റ് ചെയ്യണത്. ഇതുപോലെ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും, അല്ലെങ്കിൽ നമുക്കൊരു വാല്യൂ കൊടുക്കാനും സാധിക്കും. രണ്ടാമത് ഇവിടെ വേണം ലൈൻ ഹൈറ്റ് ആണ്. ലൈൻ ഹൈറ്റ് ഞാൻ ഇവിടെ 300 കൊടുക്കുകയാണ്. അപ്പോൾ നോക്കിക്കോണം, ഇവിടെ ലൈൻ ബോക്സ് കണ്ടില്ലേ, മുകളിലും താഴെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടല്ലേ. ഇനി ഞാൻ 500 കൊടുക്കുകയാണ്. നമുക്ക് ആ ലൈൻ ബൗണ്ടിങ് ബോക്സ് വലുതായ കണ്ടില്ലേ, അതാണ് ഈ ലൈനിൻ്റെ ഹൈറ്റ് നമുക്ക് എത്ര വേണമെന്ന് തീരുമാനിക്കുന്നത് ഈ ലൈൻ ഹൈറ്റ് വെച്ചാണ്. ഞാനിവിടെ തൽക്കാലത്തായി 0 കൊടുക്കുകയാണ്. 0 കൊടുത്ത് നോക്കിയേ, അത് ചെറുതായി പോകും. കേട്ടോ, ഒരു ചെറിയൊരു ലൈൻ പോലെ ആയി. 0 അല്ല സത്യമായി നമുക്ക് കൊടുക്കേണ്ട. ഒന്നുകിൽ നമ്മൾ 100% കൊടുക്കണം, അല്ലെങ്കിൽ ഓട്ടോ കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഓട്ടോ ആണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് ലെറ്ററിൻ്റെ സ്പേസിങ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ലെറ്റർ സ്പേസിങ്. ഇനി നമുക്കൊരു ലോങ് ടെക്സ്റ്റ് എങ്ങനെ ടൈപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ലോങ് ടെക്സ്റ്റ് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഇത് ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്യുക, ഇതുപോലെ ഡ്രാഗ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നമ്മൾ ടൈപ്പ് ചെയ്യുന്നതനുസരിച്ച് കണ്ടല്ലേ, ഇത് ലെറ്റർ ഇങ്ങനെ താഴേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഞാൻ തൽക്കാലം ഇവിടെ ലോങ് ടെക്സ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ബൗണ്ടിങ് ബോക്സ് നോക്കിയാൽ മുകളിലും താഴെയും സ്പേസ് കിടപ്പുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഈ മുകളിലും താഴെയും സ്പേസ് വേണം. അപ്പോൾ ഞാൻ ഇതുപോലെ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ മാനുവായിട്ട് നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ഈ ടെക്സ്റ്റ് നമ്മളിപ്പോൾ ലോങ് ടെക്സ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് വേറൊരു ടെക്സ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഈ ഒരു ടെക്സ്റ്റിന് നമുക്ക് സൈസ് കൂട്ടാനും കുറയ്ക്കാനും ഇതുപോലെ സാധിക്കും. ഉണ്ടല്ലേ, കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ നോക്കിക്കോണം, ഈ ബൗണ്ടിങ് ബോക്സ് ഇവിടെ കിടക്കുകയാണ്, ലെറ്റർ ചാടിപ്പോയി. അങ്ങനെ വരാനുള്ള കാര്യം ഇവിടെ നമ്മൾ ഫിക്സഡ് സൈസ് കൊടുത്തിരിക്കുകയാണ്. അതിന് പകരം ഇവിടെ ഓട്ടോ ഹൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നോക്കിക്കോണം, നമ്മൾ നമ്മളെ ബൗണ്ടിങ് ബോക്സ് ചെറുതാക്കുന്നതനുസരിച്ച് ആ ലെറ്റേഴ്സ് ചുരുങ്ങി വരികയും അതനുസരിച്ച് ബൗണ്ടിങ് ബോക്സ് വലുതാവുകയും ചെയ്യും. കണ്ടില്ലേ, പകരം ഞാനൊരു ഫിക്സഡാണ് കൊടുത്തിരുന്നെങ്കിൽ ഇത് നോക്കിക്കോണം, അതിൻ്റെ ഹൈറ്റ്, ബൗണ്ടിങ് ബോക്സിൻ്റെ ഹൈറ്റ് അങ്ങനെ നീക്കി മറ്റേതൊക്കെ വെളിയിലോട്ട് ചാടിപ്പോകും. ഇവിടെ ഫിക്സഡിൽ വന്നതിന് ശേഷം നമുക്കിവിടെ ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഞാൻ 600 സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് 600 തന്നെ നിൽക്കും.
അതിപ്പോൾ ഹൈറ്റ് 600 തന്നെയാണ് നിൽക്കുന്നത്, അതൊരു മാറ്റവും ഇല്ല. കണ്ടില്ലേ, താഴെ 351 × 600 ഇത് കാണിക്കുന്നുണ്ടല്ലേ. നമ്മൾ മാനുവലായിട്ട് മാറ്റുന്നെങ്കിൽ അതായിരിക്കും അതിൻ്റെ ഹൈറ്റ്, പിന്നെ അത് ആ ഹൈറ്റ് മാറില്ല. അതാണ് ഫിക്സഡിൻ്റെ ഉപയോഗം. അത് ലേഔട്ടിൽ ഈ ഭാഗത്താണുള്ളത്. പിന്നെ ഉള്ളത് ഓട്ടോ ഹൈറ്റ്. ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ആ ലെറ്ററിൻ്റെ കണ്ടൻറ് അനുസരിച്ച് അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയാണ് ഓട്ടോ ഹൈറ്റ്. അടുത്ത വന്നിട്ടുള്ളത് ഓട്ടോ വിഡ്ത്താണ്. വിഡ്ത്ത് നമുക്ക് ഇതുപോലെ ഓട്ടോ ഹൈറ്റ് പോലെ തന്നെ വിഡ്ത്ത് കണ്ടൻറ് അനുസരിച്ച് വലുതായാൽ പറ്റുള്ളൂ. ആ ഒരു രീതിയാണ് ഓട്ടോ വിഡ്ത്ത്. ഓട്ടോ വിഡ്ത്ത് നമ്മൾ ചെറിയ ചെറിയ കണ്ടൻറ്റ് മാത്രമേ ഉപയോഗിക്കുക. ഇതുപോലത്തെ ചെറിയ ചെറിയ കണ്ടൻറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ ഹീറോ സെക്ഷനിലൊക്കെ വരുന്ന കണ്ടൻറ്റൊക്കെ ഉണ്ട്, അതിനൊക്കെ നമ്മൾ ഓട്ടോ വിഡ്ത്തായിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഹീറോ സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്ടിൽ H1 ഹെഡിങ് എന്ന് പറയും. അതിനാണ് നമ്മൾ കൂടുതൽ ഓട്ടോ വിഡ്ത്ത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. ഓട്ടോ വിഡ്ത്ത് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത് ഒറ്റ ലൈനുള്ളതിനാണ്. ഒറ്റ ലൈനും കുറഞ്ഞ വേർഡ്സ് ഉള്ളതിന് നല്ല രീതിയിൽ നമുക്ക് ഓട്ടോ വിഡ്ത്ത് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനിയുള്ളത് അലൈൻമെൻറ്റാണ്. നോക്കിക്കോണം, ഇത് ടെക്സ്റ്റ് ഞാൻ സെലക്ട് ചെയ്തു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് അലൈൻമെൻറ്റ്, സെൻറ്റർ അലൈൻമെൻറ്റ്, റൈറ്റ് അലൈൻമെൻറ്റ്. ഇത് മൂന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം അല്ലേ. ഇനി ഇതിനെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബൗണ്ടിങ് ബോക്സ് നോക്കിയേ, മുകളിലും താഴെയും ഗ്യാപ്പ് ഉണ്ടല്ലേ. ഇവിടെ വന്നതിന് ശേഷം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അലൈൻ ടോപ്പ്, ടെക്സ്റ്റിന് ആ ബൗണ്ടിങ് ബോക്സിൻ്റെ ടോപ്പ് പോർഷനിൽ അലൈൻ ചെയ്യാൻ പറ്റും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലേ നമുക്ക് ആ ബൗണ്ടിങ് ബോക്സിൻ്റെ മുകളിലേക്ക് പോയി. ഇത് നമുക്ക് താഴെ നമുക്ക് അലൈൻ ചെയ്യാൻ പറ്റും. അതായത് ഈ ബൗണ്ടിങ് ബോക്സ് തൊട്ട് താഴെ വന്നേക്കും. ഇനിയുള്ളത് സെൻറ്റർ അലൈൻമെൻ്റ് ആണ്. ഓക്കെ, അതുപോലെ മനസ്സിലായില്ലേ. ബൗണ്ടിങ് ബോക്സിൻ്റെ കറക്റ്റ് സെൻറ്റർ ടോപ്പ് താഴെ അത് അവിടെ നമുക്ക് അലൈൻ ചെയ്ത് നിർത്താൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് നേരത്തെ കാണിച്ച ലൈൻ ഹൈറ്റ് ഈ പാരഗ്രാഫിൽ എങ്ങനെ വർക്ക് ചെയ്ത് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഒരു പാരഗ്രാഫാണല്ലോ നമ്മൾ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ടെക്സ്റ്റ് കൂടെ എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഡ്രാഗ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ കണ്ടൻറ്റ് ഇവിടെ പേസ്റ്റ് ചെയ്തത്. ഇതുപോലെ ആ കണ്ടൻറ്റ് ഇതുപോലെ നമ്മൾ പേസ്റ്റ് ചെയ്തു അല്ലേ. ഇനി ഇതിൽ നമുക്ക് ഈ ലൈൻ ഹൈറ്റ് എങ്ങനെ വർക്ക് ചെയ്ത് നോക്കാം. ഒന്നുമില്ല, ഇതിനെ സെലക്ട് ചെയ്യുക. നമുക്ക് ലൈൻ ഹൈറ്റ് ഇവിടെ നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കണ്ടല്ലേ, ഇതുപോലെ നമുക്ക് റീഡബിലിറ്റി കൂട്ടുന്ന രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ നമുക്ക് സാധിക്കും. അതായിരിക്കും ലൈൻ ഹൈറ്റ്. ഇനി നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ടൈപ്പ് സെറ്റിംഗ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇത്രയും ഓപ്ഷൻസ് കാണാം. ഇവിടെ ഞാൻ നേരത്തെ കാണിച്ച അലൈൻമെൻറ്റ് എല്ലാം ഉണ്ട്. അതുകൂടാതെ ഒരു അലൈൻമെൻറ്റും ഇവിടെ ഉണ്ട്. അതാണ് ജസ്റ്റിഫൈ എന്ന അലൈൻമെൻറ്റ് ഉണ്ട്. നമുക്കിവിടെ അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടി ടെക്സ്റ്റിനെ അണ്ടർലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഉള്ളത് സ്ട്രൈക്ക് ത്രൂ ആണ്. ഇതൊക്കെ നമുക്ക് വേർഡിലേക്കുള്ള ഓപ്ഷൻസ് ആണ്. ഇതൊന്നും വേണ്ടെങ്കിൽ ഞാൻ കൊടുത്താൽ മതി. ഇവിടെ ഞാൻ അണ്ടർലൈൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ തിക്നെസ് നമുക്ക് ഇവിടെ കൂട്ടാൻ പറ്റും. ആ ലൈനിൻ്റെ തിക്നെസ് നമുക്ക് ഇവിടെ ഇതുപോലെ കൂട്ടാൻ വേണ്ടി സാധിക്കും. ഇനി അതിൻ്റെ ഓഫ്സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്യാപ്പ്, ആ ലൈനും ലെറ്ററും തമ്മിലുള്ള ഗ്യാപ്പ് ഇതുപോലെ കൂട്ടാനും കുറയ്ക്കാനും ഇവിടെ പറ്റും. ഇനി ഇവിടെ പറഞ്ഞാൽ സ്കിപ്പിംഗ്, അതായത് താഴോട്ടുള്ള ലെറ്റേഴ്സ് ഇല്ലേ, ഈ ജി ജെ അങ്ങനെ താഴോട്ട് തൂങ്ങി ഇറങ്ങി വരുന്ന ലെറ്റേഴ്സ്, ഇതുപോലത്തെ ലെറ്റേഴ്സൊക്കെ നോക്കി പോകണം. ജി അവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് അണ്ടർലൈൻ ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഈ സ്കിപ്പ് ഇങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതിൻ്റെ അണ്ടർലൈൻ ഒഴിവായില്ലേ, ഇത് ഓണായി കഴിഞ്ഞാൽ അണ്ടർലൈൻ അവിടെ വരും. അതാണ് സ്കിപ്പിംഗ്. പിന്നെ കളർ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ ലൈനിൻ്റെ കളർ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് നമുക്ക് അണ്ടർലൈനിൻ്റെ രീതി, അതായത് ഡോട്ടഡ് അണ്ടർലൈൻ വേണോ, മറ്റേ സ്ട്രിങ് ആയിട്ടുള്ള അണ്ടർലൈൻ ഉണ്ടല്ലോ, മിസ്റ്റേക്കൊക്കെ ഡിനോട്ട് ചെയ്യുന്ന അണ്ടർലൈൻ ഉണ്ടാവും, അത് കാണിക്കുക. നേരെയുള്ള അണ്ടർലൈൻ. പിന്നെ ഇത് നമുക്ക് തിക്നെസ് നേരത്തെ പറഞ്ഞല്ലോ. ഇനിയുള്ളത് നമുക്ക് അതിൻ്റെ ചേഞ്ച് കേസാണ്. ഇത് അപ്പർ കേസ് ആയിട്ട് മാറും. കണ്ടില്ലേ, അപ്പർ കേസ് ആയിട്ട് മാറിയുണ്ടല്ലേ. ഇത് സ്മോൾ കേസ്, ഇത് സെൻറ്റൻസ് കേസ്, ഇത് ടോഗിൾ കേസ്, ഇത് സ്മോൾ ക്യാപ് കേസ്, സ്മോൾ ക്യാപ്സ്, ഇതും സ്മോൾ ക്യാപ്സ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക, അതൊക്കെ എളുപ്പമാണ്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കുന്നത് ലിസ്റ്റാണ്. ഇവിടെ ഡോട്ടഡ് ലിസ്റ്റ്, 1 2 3 ലിസ്റ്റിൻ്റെ സ്പേസിംഗ് ഉണ്ട്. നമുക്ക് ഇതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പാരഗ്രാഫ് സ്പേസിംഗ് ആണെങ്കിൽ അത് പാരഗ്രാഫ് ലൈനിൽ മാത്രമേ അപ്ലൈ ചെയ്യുള്ളൂ, ലിസ്റ്റിൽ അപ്ലൈ ആകത്തില്ല. അതിനാണെങ്കിൽ നമുക്ക് ഇതിന് പാരഗ്രാഫ് ആക്കിയതിന് ശേഷം ഇനി ലിസ്റ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി മനസ്സിൽ ക്ലിക്ക് ചെയ്താൽ മതി, ആ ലിസ്റ്റ് ഓഫ് ആയിക്കോളും. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ പാരഗ്രാഫ് സ്പേസിംഗ് ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കണ്ടല്ലേ, ഇത് നോക്കിയാണ്. ഇത് നമ്മളെ നമ്മുടെ ടെക്സ്റ്റ് ബോക്സ് ആണ്. ഓക്കെ, ഇതിൻ്റെ ബൗണ്ടിങ് ബോക്സ് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് കാണാം, ഇത്ര വന്ന സമയത്ത് നമ്മൾ ടെക്സ്റ്റ് ബാക്കി താഴേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് സ്പേസ് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് നമ്മൾ ടെക്സ്റ്റ് നിർത്തുകയും വേണം. പക്ഷേ കണ്ടൻറ്റ് കൂടുതലുണ്ടെന്ന് നമ്മളെ യൂസറിനെ അറിയിക്കുകയും വേണം. എങ്ങനെ അറിയിക്കാൻ പറ്റും? അതിനൊരു ഓപ്ഷനുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷനുണ്ട്, ട്രങ്കേഷൻ ഇനേബിൾ.
അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിക്കേ, ഇവിടെ നമുക്ക് ഡോട്ടഡ് ലൈൻ കാണിച്ചു തരും. അതാ കാണില്ല, ഇവിടെ നമുക്ക് ഇത് കഴിഞ്ഞിപ്പോൾ ഡോട്ടഡ് ലൈൻ കാണുന്നുണ്ടല്ലേ, അതിനർത്ഥം അതിൻ്റെ ലെറ്റേഴ്സുകൾ ബാക്കി ഉണ്ട് എന്നാണല്ലോ. അതാണ് അവിടെ നമുക്ക് ചെയ്യാൻ വേണ്ടി, അതാണ് അടുത്തൊരു ഓപ്ഷൻ. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ഓപ്ഷനാണ്, ഈ വെർട്ടിക്കൽ ട്രിം. ഇപ്പോൾ നോക്കിക്കോണം, ബൗണ്ടിങ് ബോക്സ് ഇരിക്കാൻ നോക്കിക്കോണം. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കിക്കേ, ആ ബൗണ്ടിങ് ബോക്സ് അതോട് ചേർന്ന് വന്നു. അതായത് ക്യാപ് ഹൈറ്റ് അതിൻ്റെ ഹൈറ്റ് ബേസ് ലൈനായിട്ട് ചേർന്നിരിക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ലൈൻ ഹൈറ്റ് ഈ കണ്ടൻ്റ് ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ വിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് ഇത്രയുമാണ് ടൈപ്പ് 2ൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്. ഇത് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കാം, ഫോണ്ട് മാറ്റാനും ഒക്കെ ഉള്ളത് ചെയ്ത് നോക്കുക, ടെക്സ്റ്റൊക്കെ ഒന്ന് അലൈൻ ചെയ്ത് പഠിക്കുക. ഓക്കെ, അടുത്ത ചാപ്റ്ററിൽ നമുക്ക് ടെക്സ്റ്റ് സ്റ്റൈലിനെ കുറിച്ചായിരിക്കും നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്.